അഫ്ഗാനിസ്ഥാനിൽ ഇന്റർനെറ്റിന് പൂട്ടിട്ട് താലിബാൻ. തിന്മയെന്നു പറഞ്ഞാണ് ഫൈബർ ഓപ്റ്റിക് ശൃംഖല ഇന്റർനെറ്റ് വിച്ഛേദിച്ചത്. ഇന്റർനെറ്റ് പൂർണ്ണമായി നിരോധിച്ചതോടെ അഫ്ഗാനിസ്ഥാനിൽ പ്രതിസന്ധി തുടരുകയാണ്. മൊബൈൽ സർവീസുകൾ സ്തംഭിച്ചു. കാബൂളിൽ നിന്നുള്ള വിമാന സർവീസുകളെ അടക്കം ഇന്റർനെറ്റ് നിരോധനം ബാധിച്ചിട്ടുണ്ട്. അൻസു എൽസ സന്തോഷ് നൽകും വിശദാംശങ്ങൾ. അൻസു, അഫ്ഗാനിസ്ഥാൻ വീണ്ടും ഒരു ഇരുണ്ട കാലഘട്ടത്തിലേക്ക് പോകുന്നു. ഒരു പൂർണ്ണമായും ലോക രാജ്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ്, അതായത് തിന്മയുടെ പേരും പറഞ്ഞാണ്, അധാർമികത തടയുക എന്ന പേരും പറഞ്ഞാണ് ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത്? എന്തൊക്കെ സാഹചര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് രാജ്യം? മാധ്യമങ്ങളടക്കം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു വലിയ ഏകാന്തതയിലേക്ക് അഫ്ഗാൻ വീണ്ടും പോയിരിക്കുന്നു എന്ന തരത്തിലാണ്. താലിബാൻ അധികാരത്തിൽ 2021 വരുന്നതിന് ശേഷം നടത്തിയ നിരോധനങ്ങളിൽ വിലക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വലിയതുമാണ് ഈ ഇൻ്റർനെറ്റ് നിരോധനം എന്ന് പറയുന്നത്. ഏതാണ്ട് ഒരാഴ്ചയോളമായി ഫൈബർ ഒപ്റ്റിക് ബന്ധങ്ങൾ വിച്ഛേദിച്ചു വരികയായിരുന്നു. ഇതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് പൂർണ്ണമായും ഒരു ഇൻ്റർനെറ്റ് ബന്ധം രാജ്യത്ത് നിരോധിക്കുന്ന തലത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. പൂർണ്ണമായും ഇൻ്റർനെറ്റ് ബന്ധങ്ങൾ വിച്ഛേദിച്ചിരിക്കുന്നു. ഇത് സാറ്റലൈറ്റ് TV-യെ ബാധിച്ചിരിക്കുന്നു. ഒപ്പം ടെലിഫോൺ സർവീസുകളെയും കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. AFP ന്യൂസിൻ്റെ അവിടെയുള്ള ബ്യൂറോയുടെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണങ്ങളും ലഭിക്കുന്നില്ലെന്നും അവരെ മൊബൈൽ ഫോണിൽ പോലും കിട്ടുന്നില്ല എന്നുള്ള തരത്തിൽ രാജ്യാന്തര മാധ്യമമായ AFP റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവരുടെ കാബൂളിലുള്ള അഫ്ഗാന്റെ തലസ്ഥാനമായ കാബൂളിലുള്ള അവരുടെ ഓഫീസുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്ന തരത്തിൽ അവർ പ്രതികരിച്ചിട്ടുണ്ട്. ഈ 2021 വന്നതിന് ശേഷം ഈ ഇസ്ലാമിക് ശരീഅത്ത് നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത് എന്നതിൻ്റെ പേരിൽ നിരവധി നിരോധനങ്ങളാണ് ഇത്തരത്തിൽ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുവന്നിരുന്നത്. നിലവിലിപ്പോൾ ഈ ഇൻ്റർനെറ്റ് നിരോധനം വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നത് വിമാന സർവീസുകളെ അടക്കം ബാധിച്ചിരിക്കുന്നു. ഒപ്പം ഈ ചൊവ്വാഴ്ചയോടെ മാത്രമേ ഇന്നിപ്പോഴാണ് ഈ വാർത്ത കൂടുതലായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. കാരണം ബാങ്കിങ് സർവീസുകളെ അടക്കം ബാധിക്കുന്നു. നിരവധി ബിസിനസ്സുകൾ, നിരവധി വ്യവസായ കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനുകളും വലിയ രീതിയിൽ ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. അത്തരത്തിലൊരു സാഹചര്യം വന്നപ്പോൾ മാത്രമാണ് ഈ കഴിഞ്ഞ കുറേ നാളുകളെ ഏതാണ്ട് ഒരു മാസത്തോളമായി താലിബാൻ ഇത്തരത്തിൽ ഫൈബർ ഓപ്റ്റിക് ബന്ധങ്ങൾ വിച്ഛേദിച്ച് വരികയായിരുന്നു. ഒപ്പം ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് മെല്ലെ മെല്ലെ കുറച്ച് അത്തരത്തിലാണ് അവസാനം ഒടുവിലൊരു ടോട്ടൽ ബ്ലാക്ക് ഔട്ടിലേക്ക് അഫ്ഗാനിസ്ഥാൻ പോയിരിക്കുന്നത്. ഈ മാസം തുടക്കത്തിൽ ഏതാണ്ട് സ്ത്രീകൾ എഴുതിയ എല്ലാ പുസ്തകങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഒപ്പം സ്കൂളുകളിൽ നിന്നും കരിക്കുലത്തിൽ നിന്നുമെല്ലാം ഈ ലൈംഗിക വിദ്യാഭ്യാസവും അത്തരത്തിലുള്ള സ്ത്രീകൾക്കുള്ള ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട എല്ലാ വിദ്യാഭ്യാസ സാധ്യതകളും അവർ അവസാനിപ്പിച്ചിരുന്നു. സ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ താലിബാൻ പൂർണ്ണമായ ഒരു ഇന്റർനെറ്റ് വിച്ഛേദനം കൂടി അഫ്ഗാനിസ്ഥാനിൽ നടപ്പാക്കിയിരിക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. അൻസു എൽസ സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്.